സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് മാതാവിനെ കാണാനായില്ല. മോചനത്തിന് തടസ്സമുണ്ടാകുമെന്ന് കരുതിയാണ് കൂടിക്കാഴ്ചയ്ക്ക് റഹീം തയ്യാറാകാതിരുന്നത് എന്നാണ് വിവരം. ജയിലിൽ വെച്ച് ഉമ്മയെ കാണാൻ കഴിയില്ല എന്ന് റഹീം അറിയിച്ചിരുന്നു. നിയമസഹായ സമിതിയുടെ അറിവില്ലാതെ ചില വ്യക്തികളുടെ സഹായത്തോടെയാണ് റഹീമിന്റെ ജ്യേഷ്ഠനും ഉമ്മയും റിയാദിലെത്തിയത്. റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വരുന്ന ആഴ്ച റിയാദിലെ കോടതിയിൽ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഉമ്മയുടെ സന്ദർശനം ഉണ്ടാവുന്നത്. ഏറെ നാടകീയമായിരുന്നു ഉമ്മയുടെ സൗദിയിലേക്കുള്ള വരവും സന്ദർശനവും എല്ലാം തന്നെ. കാരണം സൗദിയിലേക്ക് സാധാരണ രീതിയിൽ ഉംറക്കായിട്ടാണ് ഇവരുടെ കുടുംബം, ഉമ്മയും ഒപ്പം തന്നെ റഹീമിന്റെ ജ്യേഷ്ഠനും അമ്മാവനും എത്തുന്നത്. സാധാരണ രീതിയിൽ ഉംറക്കാണെങ്കിൽ ജിദ്ദയിലേക്കാണ് എത്തുക, അല്ലെങ്കിൽ റിയാദിലേക്കുള്ള സന്ദർശനത്തിനാണെങ്കിൽ റിയാദിലേക്കാണ് എത്തുക. ഇതിന് പകരം ഈ കുടുംബം നേരെ എത്തിയത് അബഹയിലേക്കാണ്. അവിടെ നിന്നും അബഹ ഗവർണറേറ്റിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ഒരു പെർമിറ്റ് ലഭ്യമാക്കിയിട്ടാണ് ഇവർ റിയാദിലേക്ക് ജയിൽ സന്ദർശനത്തിനായിട്ട് എത്തുന്നത്. ഇതിന് ഈ തരത്തിൽ തുടക്കം മുതൽ തന്നെ ഇതിലൊരു നാടകീയത ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ എത്തിയത് മറ്റൊരു റിയാദിലെ വ്യക്തിയുടെ സഹായത്തോടെയാണ് ഇവർ റിയാദിലേക്ക് എത്തുന്നത്. ഈ തരത്തിൽ എത്തിയ ശേഷം ഇന്ന് ജയിലിൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്തും തന്നെ ഇവർക്ക് തടസ്സമുണ്ടായി. ഉമ്മയെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. കാരണം ഇതിനകത്ത് വെച്ച് കൂടിക്കാഴ്ചക്ക് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ കൂടി സമ്മതം വേണമായിരുന്നു. എന്നാൽ ഇതിനുള്ള സമ്മതം റഹീം നൽകിയിട്ടില്ല. അതിന് പ്രധാന കാരണമായി ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ലഭ്യമാകുന്ന റഹീമുമായി സംസാരിച്ച ചിലർ അറിയിക്കുന്നത് ജയിലിൽ വെച്ചൊരു കൂടിക്കാഴ്ചക്ക് റഹീമിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മോചിതനായി ഉമ്മയെ കാണണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിലേക്ക് ഒരു പക്ഷേ 1-2 ആഴ്ചക്കകം കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ സാധിക്കും. അതിനിടയിൽ ഇത്തരത്തിലൊരു നീക്കം വേണ്ടതില്ല എന്ന് ഉമ്മ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ റഹീം അറിയിച്ചിരുന്നു. അതിനൊരു പക്ഷേ ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത് റിയാദിലെ നിയമസഹായ സമിതിയാണ്. നിയമസഹായ സമിതിയും ഈ കേസിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോചനം വേഗത്തിലാക്കുന്നതിന് തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകരുത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഒരു വ്യക്തിയോടൊപ്പം അവരുടെ കുടുംബം റിയാദിലേക്ക് എത്തുന്നു. അവരോടൊപ്പം ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ളവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റു മാധ്യമങ്ങളെയൊന്നും ഈ വിവരം ധരിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ഈ തരത്തിലുള്ള നീക്കം ഉണ്ടാകരുത് എന്നുള്ളത് നേരത്തെയും റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിരുന്നതാണ്. നേരത്തെ ജയിലിലുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ വരെ ചില മാധ്യമങ്ങൾ വിട്ടിരുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങൾ സൗദിയിലെ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ തരത്തിലൊരു സന്ദർശനം എന്തിനാണ് ഒരുക്കിയതെന്നുള്ളതാണ് നിയമസഹായ സമിതിയിലെ ചിലർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അതിന്റെ മോചനം അടുത്തിരിക്കെ റഹീമിനും താല്പര്യം മോചനത്തിന് ശേഷം ഉമ്മയെ കാണണം എന്നതായിരിക്കെ എന്തിനായിരുന്നു ഇത്തരത്തിലൊരു സന്ദർശനം എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഉമ്മക്ക് ഇന്ന് നേരിട്ട് ജയിലിൽ വെച്ച് റഹീമിനെ കാണാൻ കഴിഞ്ഞില്ല. പകരം വീഡിയോ കോൾ വഴി അദ്ദേഹം ഉമ്മയുമായി സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ റഹീമിന്റെ ജ്യേഷ്ഠനുമായി ബന്ധപ്പെട്ടും ചിലർ അദ്ദേഹത്തിന്റെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ നടത്തിയിരുന്നു. ആ സമയത്തും ഈ പറഞ്ഞതുപോലെ തന്നെ നിയമസഹായ സമിതിയെ റഹീം ഇത്തരത്തിലുള്ള സന്ദർശനം വേണ്ടതില്ല എന്നുള്ളത് അവർ മുഖേന റഹീം അറിയിക്കുകയും ചെയ്തിരുന്നു. അത് നേരത്തെ വാർത്തയാവുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്ന് ഉമ്മയുടെ സന്ദർശനം ഉണ്ടാകുന്നതും ജയിലിൽ വെച്ച് അദ്ദേഹം സ്നേഹപൂർവ്വം ഈ ആവശ്യം നിരസിക്കുകയും ചെയ്യുന്നത്. കാരണം ഏതാണ്ട് 18 വർഷത്തോളമായി അദ്ദേഹം ജയിലിലാണ്. ഉമ്മയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഈ തരത്തിലാകും എന്നുള്ളതും അറിയില്ല. ഏതായാലും ജയിലിൽ നിന്നും റഹീം ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇത് കൃത്യമായിട്ടുള്ളൊരു ചിത്രം എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു കൂടിക്കാഴ്ചക്ക് അദ്ദേഹം തയ്യാറാകാതിരുന്നത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ സിറ്റിംഗ് വരുന്ന ആഴ്ചകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് സൗദിയിലെ നിയമം അനുസരിച്ച് വധശിക്ഷക്ക് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പോലും അദ്ദേഹത്തിന് ഒരു ഭരണകൂടത്തിന് മാപ്പ് നൽകേണ്ടതില്ല. കാരണം അതൊരു രാജ്യത്തിന്റെ ബാധ്യതയാണ്, ഓരോ വ്യക്തികളുടെയും സുരക്ഷ എന്നുള്ളത്. പക്ഷെ റഹീമിന്റെ ഇക്കാര്യത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി വരാനുള്ളത് അദ്ദേഹത്തിന്റെ മോചന ഉത്തരവ് മാത്രമാണ്. നിലവിലത് കോടതിയുടെ പരിഗണനയിലാണ്. അതിനൊരു തീയതി വരുന്ന ആഴ്ച കോടതി അവർക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ആ തീയതിയിൽ സിറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹത്തിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു അപ്രതീക്ഷിതമായ സന്ദർശനം ഉണ്ടാകുന്നത്. ആ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം ആ സന്ദർശനം തൽക്കാലം വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കാതെ പോയത്. അതിൽ ഉമ്മക്ക് വലിയ പ്രയാസമുണ്ട്. അത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം ഉമ്മ ചില മാധ്യമങ്ങൾ വഴി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും
റഹീം ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ച സമയത്ത് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഈ ഒരു സമയത്ത് അത് മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരാനിരിക്കെ ഇപ്പോഴൊരു മാനസികമായി അദ്ദേഹത്തിന് ഉമ്മയെ കാണുവാനുള്ള തയ്യാറെടുപ്പിലല്ല അദ്ദേഹം എന്നുള്ളതാണ്. രണ്ടാമത്തത് നിയമസഹായ സമിതിയാണ് റിയാദിൽ ഇദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയാദിലെ നിയമസഹായ സമിതിയോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ഉമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വ്യക്തിയുടെ കൂടെയാണ് വരുന്നത്. അവർക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ടോ അവർ റിയാദിൽ എത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടോ ജയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടോ അവർക്ക് വിവരം നിലവിൽ ഇല്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നിയമസഹായ സമിതി ഒരു പക്ഷേ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുകയായിരിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരും ആഴ്ചകളിൽ ഉണ്ടാകും. അതോടുകൂടി ഉമ്മയെ നേരിട്ട് കാണുവാനും റഹീമിന് വഴിയൊരുങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.